ചോളും ചാങ്സിനെ ചെന്ന് ഉണ്ണാമനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കുന്നു. പക്ഷെ അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ചാങ്സിനും ആകെ ദേഷ്യപ്പെട്ടിട്ട്, നീ ഒരിക്കലും അവളെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പാടില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കായിരിക്കും നഷ്ടമൊക്കെ ഉണ്ടാവുക. മാത്രല്ല, എത്രയും വേഗം നീ അവളെ വിളിച്ചുകൊണ്ട് വരണം. നിന്റെ ലൈഫിൽ നീ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, എന്തിനേറെ പറയുന്നു, നീ ഇപ്പോൾ പ്രോസിക്യൂട്ടറായിട്ട് ഇരിക്കുന്നത് പോലും ഞാൻ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ജാൻസൺ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, പണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ടീമിൽ നിന്നും ഡോങ്ചുവിനെ മാറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളെ ആയിരുന്നു ഞാൻ സഹായത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതും. എന്ത് തന്നെ ആയാലും ഡോങ്ചു റിപ്പീറ്റ് ടീമിൽ നിന്നും പോയതിനു ശേഷം ഞാൻ ജയിച്ചു എന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ശരിക്കും ഞാൻ തോറ്റുപോയതാണെന്ന് ഞാൻ ഇപ്പോഴും മാത്രമാണ് മനസ്സിലാക്കിയത്. മാത്രമല്ല, അന്ന് ഗെയിമിലൊക്കെ കളിച്ചിട്ട് അവനെ തോൽപ്പിക്കുകയായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ പവറൊക്കെ യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ടായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ എന്റെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞ് ചോള് സംസാരിക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന ജാങ്സണും ചോളിനെ തല്ലുവാനായിട്ട് ശ്രമിക്കുന്നു. അതിനിടയ്ക്ക് ജാങ്സന്റെ വൈഫ് വന്ന് ജാങ്സനെ തടയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ജാങ്സണും അവനെ തല്ലുന്നുണ്ട്. ഡോങ്ചുന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ നോക്കിയതിനു ശേഷം, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടീനെ പിടിച്ചിട്ടുള്ള ആള് എന്റെ അച്ഛനാണ് എന്നും, പക്ഷെ കുട്ടി ആരാണെന്ന് തനിക്ക് അറിയുകയില്ല എന്നും, അതിനടുത്ത് നിൽക്കുന്ന സ്ത്രീ ആയിരിക്കും ആ ഒരു കുട്ടിയുടെ അമ്മയെന്നും എല്ലാം തന്നെ ഉണ്ണാമും പറയുന്നു. അതുകൂടാതെ ഈ കുട്ടി ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ഉണ്ണാം ഡോങ്ചുനോട് ചോദിക്കുമ്പോഴത്തേക്കും തനിക്ക് അറിയുകയില്ല എന്നൊരു മറുപടിയാണ് അവൻ കൊടുക്കുന്നത്. അതുകൂടാതെ ഈഡുവിന്റെ ഫോണിൽ നിന്നുമായിരുന്നു ഇതിന്റെ ഡിജിറ്റൽ വേർഷൻ ആയിട്ടുള്ള ഫോട്ടോ തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെന്നും അവനും പറയുന്നു. ഇതിനു മുമ്പ് ഡോങ്ചും ഉണ്ണാവും കണ്ടുമുട്ടിയ സമയത്ത് ഞാൻ ജാങ്സിന് ഈഡുവിന്റെയും ഗുഹുവിന്റെയും ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്ത് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഡിവോഴ്സ് ഒക്കെ മേടിച്ചിട്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉണ്ണാം പറഞ്ഞതിനെ കുറിച്ചാണ് അവനും ഇപ്പോൾ ഓർക്കുന്നത്. ഉണ്ണാമും ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ട് നീ ചോളിന്റെ അടുത്തേക്ക് മടങ്ങി പോകണമെന്ന രീതിക്കാണ് എല്ലാവരും തന്നെ സംസാരിക്കുന്നത്. മാത്രമല്ല, നീ ചോളിന്റെ ഒപ്പം മടങ്ങി പോവുകയാണെങ്കിൽ നിനക്ക് ഡീസൻ ഗ്രൂപ്പിന്റെ എത്രത്തോളം ഷെയർസ് ഒക്കെ വേണമെന്ന് നീ പറയുന്നോ, അത്രത്തോളം ഷെയർസ് ഒക്കെ നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പോലും ചെയർമാൻ ചായും പറയുന്നു. ഡേസൺ ഗ്രൂപ്പിന്റെ ഷെയർസ് ഒക്കെ സ്വന്തമാക്കുവാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ചോളിനെ വിവാഹം കഴിക്കുവാനായിട്ട് ഞാൻ സമ്മതിച്ചത് പോലും. പക്ഷെ ഇപ്പോൾ ചോളിനെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഞാനും എനിക്ക് ഇതുവരെ നൽകിയിട്ടുള്ള ഷെയർസ് എല്ലാം തന്നെ തിരിച്ചു നൽകുവാനായിട്ട് തയ്യാറാണെന്ന് പോലും ഉണ്ണാവും പറയുന്നു. ഡോങ്ചും സെക്രട്ടറിനെ കാണുവാനായിട്ട് അവളുടെ മുറിയിൽ എത്തുകയാണ്. മാത്രമല്ല, ഡോങ്ചുന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫോട്ടോ സെക്രട്ടറിനെ കാണിച്ചു കൊടുത്തിട്ട് ആ ഫോട്ടോയിലുള്ള കുട്ടിയാണോ സെഹോൺ എന്ന് ചോദിക്കുകയാണ്. സെക്രട്ടറിയും അതേ എന്ന് മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ നേരത്തെ ചെയർമാൻ ച ഈ ഒരു കുട്ടീനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയുകയില്ല എന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനും ഈ കുട്ടീനെ അറിയാമോ എന്ന് ചെയർമാൻ ചായുടെ മകളായിട്ടുള്ള ഡോഹയോട് ചോദിക്കുകയാണെങ്കിൽ അവളും അറിയില്ല എന്ന മറുപടി ആയിരിക്കുമോ നൽകുക എന്ന രീതിക്ക് അവൻ ചോദിക്കുമ്പോഴത്തേക്കും, ശരിക്കും ഡോഹയ്ക്ക് ഈ ഒരു കുട്ടീനെ അറിയുക പോലുമില്ല, ഇതുവരെയായിട്ടും അവൾ ഈ കുട്ടീനെ നേരിട്ട് പോലും കണ്ടിട്ടില്ല എന്നൊക്കെ സെക്രട്ടറിയും ഉറപ്പിച്ചു പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു ഫോട്ടോ എടുത്തത് ഡോക്കിയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ ഇവരാരും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും സെഹ്യുൻ വീട്ടിലേക്ക് വന്ന സമയത്തായിരുന്നു സെഹ്യുന് ഡേസൺ ഗ്രൂപ്പിന്റെ പഴയ ബാഡ്ജ് താൻ കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് സെക്രട്ടറിയും ഓർത്തെടുത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ, സിഹോൺ എന്ന കുട്ടി ഞാനാണെന്നുള്ള കാര്യം നീയായിട്ട് ആരുടെയും അടുത്ത് പറയരുത്, നീയും എനിക്കത് വാക്ക് നൽകണമെന്നൊക്കെ ഡോങ്ചു പറയുമ്പോഴത്തേക്കും സെക്രട്ടറിയും സമ്മതിക്കുന്നു. മാത്രല്ല, ഡോങ്ചു പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ണാമിന്റെ അച്ഛൻ നിനക്ക് തരുവാനായിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഇതേന്ന് പറഞ്ഞ് ഒരു ബുക്ക് അവനെ ഏൽപ്പിക്കുകയാണ്. മാത്രല്ല, ഈ ബുക്ക് എന്നെ ഏൽപ്പിച്ചതിന് ശേഷമായിരുന്നു ഉണ്ണാമിന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുക്കും എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നീയും ഉണ്ണാമിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന രീതിക്ക് അവന്റെ അടുത്തും സംസാരിക്കുന്നു. അതെല്ലാം തന്നെ കേൾക്കുമ്പോഴത്തേക്കും ഡോങ്ചിന് കൂടുതൽ ദേഷ്യം തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്നിട്ടല്ലായിരുന്നോ കുട്ടിയായിരിക്കുന്ന എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ എനിക്ക് അറിയിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രല്ല, ഇപ്പോൾ എന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അച്ഛൻ മരിച്ചു പോയെന്നും അറിഞ്ഞു. പക്ഷെ എന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നോ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചോന്നോ എനിക്ക് അറിയുക കൂടിയില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ഡേസൺ ഗ്രൂപ്പിലെ ആൾക്കാരാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് പറഞ്ഞ് സത്യങ്ങളെല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരാനായിട്ട് പോലും എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും തന്നെ ചെയ്യാത്തത് ഉണ്ണാമിന് വേണ്ടി മാത്രമാണ്. സോ നിങ്ങളും ഉണ്ണാമിന്റെ അടുത്ത് ഒരു സത്യങ്ങളും പറയുവാനായിട്ട് നിൽക്കരുത്. അഥവാ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് എന്നെയും അവളെയും അകറ്റുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഞാനും എന്റെ അച്ഛന്റെയും അമ്മയുടെയും പിന്നിലുള്ള സത്യങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നു. കാറിലിരിക്കുന്ന ഡോങ്ചുവും ഇപ്പോൾ സെക്രട്ടറി കൊടുത്തിട്ടുണ്ടായിരുന്ന ബുക്കൊക്കെ തുറന്നു നോക്കുകയാണ്. അതാകട്ടെ ഒരു ഡ്രോയിങ് ബുക്ക് ആയിരുന്നു. അതിന്റെ കൂട്ടത്തില് ഒരു ചിത്രം വരച്ചതും കൂടി അവൻ കാണുന്നു.
സ്യോഹുൺ, നീ ആഗ്രഹിക്കുന്ന എല്ലാ ബുക്കുകളും ഞാൻ നിനക്ക് വേണ്ടി വാങ്ങി തരുന്നതായിരിക്കുമെന്നൊക്കെ ആയിരുന്നു ആ ഒരു ബുക്കില് ഉണ്ണാമിന്റെ അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഡോങ്ചുനും അതൊക്കെ കണ്ട് ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും അവനും ആ ചിത്രം കീറിക്കളയുകയും പിന്നെ ഫോട്ടോഗ്രാഫ് ചുരുട്ടിക്കൂട്ടി കളയുകയും ചെയ്യുകയാണ്. മാത്രല്ല, നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന സിഹുൺ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് ജീവിക്കുന്നതെന്നുള്ള രീതിക്കായിരുന്നു ടോങ്ചും അപ്പോൾ മനസ്സിൽ ഓർത്തിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു സമയത്ത് ഉണ്ണാമും തിരിച്ച് ടോങ്ചുന്റെ കാറിൽ കയറുന്നു. മാത്രല്ല, നീ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കുട്ടിയില്ലേ, ആ കുട്ടീനെ എനിക്ക് ഓർമ്മ വന്നു. ഒരു ദിവസം അച്ഛൻ അവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം തന്നെ ആയിരുന്നു അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നതും. എല്ലാ ദിവസവും അച്ഛൻ എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടും ഉണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം അച്ഛൻ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. സെക്രട്ടറിയും എന്നെ ഉറങ്ങുവാനായിട്ടൊക്കെ കിടത്തി. പക്ഷെ ഉറക്കം വരാത്ത ഞാനും കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അമ്മ സെക്രട്ടറിയുടെ അടുത്ത് കരയുന്നതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരെല്ലാവരും മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈടു അവരെ കൊല്ലുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് അമ്മ കരയുന്നത് കണ്ട് ഞാനും ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അവളും പറയുന്നത്. അതായത് അന്നത്തെ ദിവസം രാത്രി അച്ഛനും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും കൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈടു അവരെ എല്ലാവരെയും കൊന്നു എന്ന രീതിക്ക് അവളും സംസാരിക്കുന്നു. മാത്രമല്ല, അന്ന് അതൊക്കെ കേട്ട് ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്ന അവളും ഉറങ്ങുന്നതായിട്ടൊക്കെ അഭിനയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്നു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഞാനും പല പല ന്യൂസ് പേപ്പേഴ്സും ആർട്ടിക്കിൾസും നോക്കിയിട്ടുണ്ടായിരുന്നു. ഡേയ്സൺ ഗ്രൂപ്പിന്റെ മരുമകനാണ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അന്ന് നടന്ന കാർ അപകടത്തെ കുറിച്ചുള്ള ഒരു വാർത്ത പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന രീതിക്ക് അവളും ഉറപ്പിച്ചു പറയുന്നു. ചെയർമാൻ ചായം ഡോങ്ചുനെ ഫുഡ് കഴിക്കുവാനായിട്ടൊക്കെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ഡോങ്ചു അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഈടു ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും ഈടുവിന്റെ ഒപ്പം ഒന്നിച്ചിരിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഡോങ്ചും നേരെ മാഡം പൈനെ കാണുവാനായിട്ട് പോകുന്നു. മാത്രല്ല, എന്നെ എവിടെ വെച്ചായിരുന്നു അവർ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മാഡം പൈയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും മാഡം പൈയും ഇപ്പോൾ അവനെ കൂട്ടിക്കൊണ്ടൊരു സ്ഥലത്ത് എത്തുകയാണ്. ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഒരുപാട് ദൂരമൊക്കെ നീ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിസ്റ്റർ ആഗ്നസിനെ കണ്ടിട്ട് അവളുടെ അടുത്ത് വിശക്കുന്നുണ്ട്, ഫുഡ് വേണമെന്നൊക്കെ നീയും പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് നിന്റെ വളർത്തമ്മ ജീവൻ അവസാനിപ്പിക്കുവാനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ നീയും നിനക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ ആഗ്നസിനും വിശക്കുവാനായിട്ട് തുടങ്ങി. അവളും കരയുവാനായിട്ട് തുടങ്ങി. അങ്ങനെയിരിക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും കരച്ചിലും ബഹളവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു നിന്റെ വളർത്തമ്മയും ജീവൻ അവസാനിപ്പിക്കാനുള്ള പദ്ധതി എല്ലാം തന്നെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ ഫുഡ് കഴിക്കുവാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതും. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ഒരു രക്ഷകനെ പോലെയായിരുന്നു അവര് നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ഇപ്പോൾ മാഡം പയ്യും പറഞ്ഞു കൊടുക്കുന്നു. ഡോങ്ചുന്റെ വളർത്തമ്മയും രണ്ടു കുട്ടികൾക്കും ഫുഡൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം ഡോങ്ചുനോട് പേര് ചോദിക്കുമ്പോഴത്തേക്കും അവനും സ്യോഹൂൺ എന്ന തന്റെ പേര് തുറന്നു പറയുന്നു. അങ്ങനെയിരിക്കെ ഇനി മുതൽ നീ സ്യോഹൂൺ അല്ല, മറിച്ച് ഡോങ്ചു ആണ്. എനിക്കൊരു അനിയനൊക്കെ ഉണ്ടാവുകയായിരുന്നെങ്കിൽ അവന് ഡോങ്ചു എന്ന പേരിടുവാനായിട്ടായിരുന്നു ഞങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞ് സിസ്റ്റർ ആഗ്നസ് ആയിരുന്നു ഡോങ്ചു എന്ന പേര് അവന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രല്ല, നിന്റെ അമ്മ എവിടെയാണെന്നുള്ള രീതിക്ക് അവന്റെ വളർത്തമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവനും നേരെ ഈ ഒരു വളർത്തമ്മനെ ചൂണ്ടിയിട്ട് അമ്മ എന്ന് വിളിക്കുകയാണ്. അവന്റെ ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടതായിരുന്നത് കൊണ്ട് തന്നെ ഇവരും അവനെ മകനെ പോലെ തന്നെ കണ്ടു വളർത്തി. ഡോങ്ചുൻ ടീമും ഉണ്ണാവിന്റെ അച്ഛൻ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു റിപ്പോർട്ട് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ എന്തായാലും സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുവാനായിട്ട് നിങ്ങൾ നോക്കണമെന്നും ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യണമെന്നുമൊക്കെ ടൈഗമിനെയും അതുപോലെ തന്നെ ഇന്നാമിനെയും ഏൽപ്പിക്കുകയാണ് ഡോങ്ചു. ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാങ്സിന്റെ വീട്ടിലേക്ക് ഈഡുവിനെ ക്ഷണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈഡു ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ജാങ്സിന്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് യോങ്സു ആയിരുന്നു. അതായത് നമ്മുടെ ബേക്കറിയൊക്കെ നടത്തുന്ന സോനുവിന്റെ അമ്മയാണ് ഇത്. അങ്ങനെയിരിക്കെ അവരെ രണ്ടുപേരും അവിടെ വെച്ച് കാണുന്ന ഈഡും ആകെ ഞെട്ടുന്നു. ഡോങ്ചും സീക്രട്ട് ആയിട്ടുള്ള മെയിൻ ലോക്കറൊക്കെ തുറന്നിട്ട് കുഹിനെ വിളിപ്പിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് താൻ ആ മെയിൻ ലോക്കറൊക്കെ കാണുന്നതെന്നുള്ള രീതിക്കായിരുന്നു കുഹിയും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഗുഹ അതിന്റെ അകത്ത് കയറിയിട്ട് കുറച്ച് പണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ പണമില്ലാത്ത കാലിയായിട്ടുള്ള പെട്ടിയൊക്കെ അവൾക്കും അവൻ കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഞാൻ ഇവിടെ വന്ന് ഇതിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്ന കാര്യം അച്ഛൻ അറിയുകയാണെങ്കിൽ ആകെ പ്രശ്നമാകുന്നതാണ്. നീയായിട്ട് അച്ഛനോട് പറയരുതെന്ന് ഗുഹി പറയുമ്പോഴത്തേക്കും ഞാൻ ആരോടും പറയിക്കില്ല, അതിന് പകരമായിട്ട് ഒരു കണ്ടീഷനൊക്കെ അവനും വെക്കുന്നു. ചെയർമാൻ ചാ ഇപ്പോൾ വീട്ടിലെ എല്ലാവരും തന്നെ വിളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ കഴിഞ്ഞ ദിവസം എന്നെ ഒരു പയ്യൻ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവന്റെ പേര് സ്യോൻവു എന്നാണ്. അവൻ എന്റെ മകനാണെന്ന് ചെയർമാൻ ചായും തുറന്നു പറയുന്നു. മാത്രല്ല, ഇപ്പോൾ ഡോങ്ചുവും സ്യോനുവിന്റെ അമ്മേനെ ചെയർമാൻ ചാ വിവാഹം കഴിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കും അതിലുള്ള അഭിപ്രായമൊക്കെ പറയണമെന്ന രീതിക്ക് ഡോങ്ചു സംസാരിക്കുമ്പോഴത്തേക്കും
ഡോഹിയും തനിക്ക് ഇതിൽ താല്പര്യമില്ല എന്ന രീതിക്ക് അറിയിക്കുന്നു. അതേസമയം ഗുഹയാകട്ടെ എനിക്ക് അച്ഛൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് കാണുവാനായിട്ട് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അച്ഛൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു അമ്മേനെയും അതുപോലെ തന്നെ മകനെയും ഞാൻ എന്റെ സ്വന്തം അമ്മേനെയും സഹോദരനെയും പോലെ കാണുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഗുഹയും ഹസ്ബൻഡും ഈ ഒരു വിവാഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗുഹയും അച്ഛൻ അറിയാതെ ഒരുപാട് പണമൊക്കെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അച്ഛൻ അറിയാതെ ഇരിക്കുവാനായിട്ടാണ് ഡോങ്ചു പറഞ്ഞത് പ്രകാരം ഈ ഒരു വിവാഹത്തിന് സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈഡുവിന്റെ അടുത്ത് അഭിപ്രായമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈഡുവും ഈ വിവാഹത്തിന് തനിക്ക് സമ്മതമാണെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് ഈഡുവാണല്ലോ ഡോങ്ചുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറയാതിരിക്കുവാനായിട്ട് ഡോങ്ചും ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന രീതിക്കായിരുന്നു ഈഡുവിനോട് സംസാരിച്ചത്. സോ ഈഡുവും സമ്മതിക്കുന്നു. ഈ ഒരു സമയത്ത് ഗുഹയും ഈഡുവും വിവാഹത്തിന് സമ്മതിക്കുന്നതായിരിക്കുമെന്നും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നും ഡോങ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ചെയർമാൻ ചാവ് ഓർക്കുന്നു. നേരത്തെ ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് ഡേസൻ ഗ്രൂപ്പിന്റെ ഷെയർസ് എല്ലാം തന്നെ വേണ്ടെന്ന് വെക്കുവാനായിട്ട് താൻ തയ്യാറാണെന്ന് ഉണ്ണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു ഷെയർസ് ഒന്നും തന്നെ തിരിച്ചു മേടിക്കാതിരിക്കുകയാണെങ്കിൽ വിവാഹത്തിന് താൻ സമ്മതിക്കുമെന്ന് അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ടയോൺ ഈ ഒരു വിവാഹത്തിന് സമ്മതമില്ല എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നു. ഡോങ്ചു ചോളിനെ കാണുവാനായിട്ട് ജാങ്സന്റെ വീട്ടിലെത്തുന്നു. പക്ഷെ അവിടെ ചോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാങ്സന്റെ വൈഫ് ഇപ്പോൾ ഡോങ്ചുനും കുടിക്കുവാനായിട്ട് ടീ നൽകുന്നു. ശരിക്കും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ജാങ്സന്റെ വൈഫിന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കുക്കീസ് ഒക്കെ നീ കഴിച്ചപ്പോഴത്തേക്കും ആയിരുന്നല്ലോ നീയും ബോധം കെട്ടൊക്കെ വീണിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും ആ ഒരു സംഭവത്തിന് ശേഷം ഉണ്ണാമും നിന്നെ നോക്കുവാനായിട്ട് അവൾക്ക് പോകണമെന്നും അവൾക്ക് ഡിവോഴ്സ് വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ആ ഒരു ഡിവോഴ്സിന് തന്നെ താനാണ് കാരണമെന്നൊക്കെ ഓർത്തിട്ടിരിക്കുകയാണ് ജാങ്സിന്റെ വൈഫും. ഇപ്പോൾ ജാങ്സിന്റെ വൈഫും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ച് ഓർക്കുന്നു. അതായത് ടോങ്ചു സൊഹുൺ ആയിരുന്ന കാലത്ത് ടോങ്ചുന്റെ അമ്മയും അതുപോലെ തന്നെ അവനും കൂടി ചേർന്നിട്ട് ഈ ഒരു വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ജാങ്സിന്റെ വൈഫിന്റെ കൂടെ ഡോങ്ചു ഇരിക്കുന്ന ഒരു ഫോട്ടോ പോലും അവർ എടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ വീടിന്റെ അകത്തുള്ള ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ഇതിനു മുമ്പ് ഇവിടെ വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുകയാണെന്ന് ഡോങ്ചു പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നീ പണ്ട് ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാതെ അവരും ചോദിച്ചു പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും ജാങ്സനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവളും അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിന്റെ ബാക്കി പറയാതെ പോകുന്നു. ഉണ്ണാമിന്റെയും ചോളിന്റെയും വിവാഹവുമായി ബന്ധപ്പെട്ട് ജാങ്സനും ചെയർമാൻ ചായും തമ്മിൽ ഒരു കോൺട്രാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കോൺട്രാക്ട് ഒക്കെ വേണ്ടെന്ന് വെക്കുകയാണെന്നുള്ളതിന്റെ സൈൻ ഒക്കെ ചെയ്യിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിന്റെ കയ്യിൽ ഇപ്പോൾ 2 ട്രില്യൺ ഒക്കെ ഉണ്ടല്ലോ. നീയും ആ പണവുമായിട്ട് ഈ രാജ്യം തന്നെ വിട്ടു പോയിക്കോ. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നതായിരിക്കുകയില്ല. ഞാനും നിന്നെ വെറുതെ വിടുവാനായിട്ട് പോവുകയാണെന്നുള്ള രീതിക്ക് ജാങ്സൺ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ ആ 2 ട്രില്യൺ അത് എനിക്ക് സ്വന്തമാണ്. മാത്രമല്ല ഞാൻ എപ്പോഴെങ്കിലും നാട് വിട്ടു പോവുകയാണെങ്കിൽ അത് നിങ്ങളെ കൊന്നതിന് ശേഷം മാത്രമായിരിക്കുമെന്നുള്ള രീതിക്ക് അവനും മറുപടി കൊടുക്കുന്നു. എന്തായാലും ഡോങ്ചു അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഡോങ്ചു നമ്മൾ വിചാരിച്ചതുപോലെയല്ല അവന്റെ അച്ഛനേക്കാളും മികച്ചതാണ് അവനെന്നുള്ള രീതിക്ക് ജാങ്സണും സംസാരിക്കുന്നു. ഡോങ്ചും ചെയർമാൻ ചാനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും അവിടെ സോനുവും സോനുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സോനുവിന്റെ അടുത്ത് കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോങ്ചുവിനോട് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ടാണ് ചെയർമാൻ ചായും പറയുന്നത്. പിന്നീട് അവരും കമ്പനിയൊക്കെ ചുറ്റി നടന്ന് കാണുവാനായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഡോങ്ചുവിനോട് ഉണ്ണാമിന്റെ ഡിവോഴ്സ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ തന്നെ അവളെ വിവാഹം കഴിക്കണമെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് എന്റെ സ്വന്തം രക്തത്തിലുള്ള മകൻ തന്നെ ആയിരിക്കും ഡേസൺ ഗ്രൂപ്പിന്റെ എല്ലാ സ്വത്തുക്കളും നോക്കി നടത്തുക എന്ന് ഞാൻ എന്റെ മരിച്ചുപോയ അച്ഛന് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് തന്നെ മരിച്ച് എന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ആ വാക്ക് ഞാൻ പാലിച്ചു എന്നൊക്കെ എനിക്കും അച്ഛനോട് പറയണം. സിയോൻവു നമ്മുടെ കമ്പനിയെ കുറിച്ച് പഠിച്ച് അതൊക്കെ നോക്കി നടത്തുവാനായിട്ടുള്ള ഒരു പക്വതയ്ക്ക് അവനാകുന്നോടം വരെ ഈ കമ്പനി എല്ലാം തന്നെ ഉണ്ണാവിന്റെ ഹസ്ബൻഡ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ വേണം നോക്കി നടത്തുവാനെന്നെല്ലാം തന്നെ ചെയർമാൻ ചായ ഡോങ്ചുനോട് പറയുന്നു. സീനിയറിനെ വൈസ് ചെയർമാൻ ആക്കുവാനായിട്ട് എല്ലാവരും തന്നെ തീരുമാനിച്ചത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഇനോഗ്രേഷൻ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം അവരും അതല്ലാതെ ബാറിൽ വെച്ചൊരു പാർട്ടി നടത്തുന്നു. അങ്ങനെ പാർട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരുന്നു ഡോങ്ചുവിനും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവനും ഇന്നാമനെ കാണുവാനായിട്ട് എത്തുന്നു. അതായത് നേരത്തെ ഉണ്ണാമന്റെ അച്ഛന് അപകടമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ആക്സിഡന്റിനെ കുറിച്ച് ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് 4 പേരായിരുന്നു ഉണ്ടായിരുന്നതെന്നും അതിൽ 3 പേരും മരണപ്പെട്ടുവെന്നും അതിലുണ്ടായിരുന്ന ഈട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി വീട് കാണിക്കുമ്പോഴത്തേക്കും ഡോഹിക്കും അച്ഛന്റെ വിവാഹത്തിനോട് ഒട്ടും തന്നെ യോജിപ്പില്ലായിരുന്നെങ്കിൽ പോലും ഈടും വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ദേഷ്യത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഈടും ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. അതായത് ജാങ്സിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ചിട്ട് സ്യോൻവുന്റെ അമ്മേനെ കണ്ട സമയത്ത് ഈടുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ ഒരു സംഭവത്തിന് ശേഷം ജാങ്സിനെ കാണുമ്പോഴത്തേക്കും സ്യോൻവും
സിയോനുവിന്റെ അമ്മയും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടാൽ മതിയെന്ന രീതിക്കാണ് ജാങ്സണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോങ്ചും രാവിലെ തന്നെ എന്തൊക്കെയോ സ്വപ്നമൊക്കെ കണ്ട് എണീറ്റതിന് ശേഷം നേരെ ഡോക്ടർ കാങ്ങിനെ കാണുവാനായിട്ട് പോവുകയാണ്. ഇനി ഡോക്ടർ കാങ്ങിന്റെ അച്ഛനെ കാണിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഈഡുവിന്റെ കൂടെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്നു. ഞാൻ ആ ഫോട്ടോ ഒക്കെ കണ്ട എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് ഡോഹയുടെ ഫോണിലേക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഒരിക്കലും അങ്ങനെ അയക്കുവാനായിട്ട് പാടില്ലായിരുന്നു. ആ ദിവസമല്ലേ അവളുടെ ഹസ്ബൻഡ് മരിച്ചത്. സോ അവളും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ കാങ്ങിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. ഡോങ്ചു നേരത്തെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവനും വ്യക്തമായിട്ട് ഒന്നും തന്നെ പറയുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇതിനു മുമ്പ് ഹിപ്നോട്ടൈസ് ചെയ്ത സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഡോക്ടർ കാങ്ങും അവന് കാണിച്ചു കൊടുക്കുന്നു. അവനും എന്തോ കണ്ട് പേടിക്കുന്ന രീതിക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും അതിനെക്കുറിച്ച് അവന് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കാറിലുള്ള യാത്രേനെ കുറിച്ചായിരുന്നു നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാറില് 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഏത് സീറ്റിലായിരുന്നു നീ ഉണ്ടായിരുന്നതെന്ന് നിനക്ക് അറിയുകയില്ല. നീ ഉറക്കമായിരുന്നു. എന്തായാലും നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് നടന്നൊരു സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ കുട്ടിക്കാലത്തേക്ക് നിനക്ക് തിരിച്ചു പോകുവാനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കാമെന്ന രീതിക്ക് ഡോക്ടർ കാങ്ങും പറയുന്നു. ആക്സിഡന്റ് നടന്ന ദിവസത്തെ സംഭവത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈടും ഡോക്ടർ കാങ്ങിന്റെ അച്ഛന്റെ അടുത്ത് പറയുകയാണ്. അതായത് അന്നത്തെ ദിവസം എനിക്ക് സ്യോഹുന്റെ അമ്മയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയും അതുപോലെ തന്നെ ഉണ്ണാമിന്റെ അച്ഛനും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാറിന്റെ പിന്നാലെ ഞാനും പോയെന്ന് ഈടുവും പറയുന്നു. അതേസമയം ഇപ്പോൾ ഡോങ്ചുനെ കാണിക്കുമ്പോഴത്തേക്കും ഡോങ്ചുവും അന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഓർത്തെടുത്ത് പറയുകയാണ്. അതായത് ഡോങ്ചു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാറിന്റെ ഫ്രണ്ടില് ഒരു ഡോഗിന്റെ ടോയൊക്കെ ഉണ്ടായിരുന്നു. അവനും അത് നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു. ആ ഒരു വണ്ടി ഓടിച്ചതാകട്ടെ ഈടുവാണ്. അങ്ങനെ ഇരിക്കെ ഈഡു ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പോലും അതിനിടയ്ക്കായിട്ട് ഒരു ട്രക്കൊക്കെ കയറിയിട്ട് ഉണ്ണാമിന്റെ അച്ഛൻ ഓടിച്ചിരുന്ന കാറിനിട്ട് ചെന്ന് ഇടിക്കുകയാണ്. ആ ഒരു കാറും മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴാറായതുപോലെയൊക്കെ കിടക്കുന്നു. ഇതെല്ലാമായിരുന്നു ഡോങ്ചു ഓർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈട് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു ട്രക്ക് വന്നിട്ട് ഈടുവിന്റെ കാറിനിട്ടാണ് ഇടിച്ചതെന്നും പിന്നീട് ബാലൻസ് ഒന്നും കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്ന ഈടുവിന്റെ കാറ് ചെന്നിട്ട് നേരെ ഉണ്ണാവിന്റെ അച്ഛന്റെ കാറിനിട്ട് ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടായി എന്നുമാണ്. എന്ത് തന്നെ ആയാലും ആ ഒരു സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഡോക്ടർ കാങ്ങിന്റെ അച്ഛനും ഈ ഒരു മരണത്തിന് എല്ലാത്തിനും ഉത്തരവാദി അത് ആ ട്രക്ക് ഡ്രൈവർ ആണെന്ന് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ പാലത്തിന് മുകളിൽ എപ്പോഴും വേണമെങ്കിലും വീഴാറായ രീതിക്കൊക്കെ കാർ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സിംഹുണ് ബോധമൊക്കെ വന്നതിന് ശേഷം അവനും അവന്റെ അമ്മേനെ ഒരുപാട് വിളിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അമ്മയും അതുപോലെ തന്നെ ഉണ്ണാമിന്റെ അച്ഛനും ബോധമില്ലാതെയൊക്കെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൻ കാറിന് പിന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈടുവിന്റെ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈടുവിനോട് രക്ഷിക്കുവാനായിട്ട് അവനും പറയുന്നു. അതേസമയം അത് വെറും ഒരു ആക്സിഡന്റ് ഒന്നും ആയിരുന്നില്ല. മറിച്ച് ആ ഒരു ട്രക്ക് ഡ്രൈവർ ആകട്ടെ ഇപ്പോൾ ഈഡുവിന് ഒരു DNA റിസൾട്ട് ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ ഒരു DNA റിസൾട്ടിലാകട്ടെ ഉണ്ണാമിന്റെ അച്ഛനും അതുപോലെ തന്നെ സ്യോഹൂണും അച്ഛനും മകനും ആണ് എന്ന് തെളിയിക്കുന്ന രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടി കണ്ട് ഈഡു ആകെ ഷോക്ഡ് ആകുന്നു. സ്യോഹോണും തന്നെ രക്ഷിക്കാമോ എന്നൊക്കെ കരഞ്ഞ് ഈഡുവിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഈഡും അതൊന്നും തന്നെ വകവയ്ക്കാതെ ഈഡുവിന് വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന നാപ്കിൻ ഒക്കെ വായിൽ വെച്ചിട്ട് അവനും അവന്റെ വിഷമത്തെ കടിച്ചമർത്തിക്കൊണ്ട് ആ ഒരു കാറിന്റെ പിന്നിൽ നിന്നും ആ കാറിനിട്ട് ചെന്ന് ഇടിക്കുകയാണ്. അങ്ങനെ ആയിരുന്നു ഡോങ്ചുവും കാർ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡോങ്ചു ആകട്ടെ ഞാൻ അയാളുടെ അടുത്ത് എന്നെ രക്ഷിക്കുവാനായിട്ട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അയാളും ഞങ്ങളെ കൊല്ലുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇപ്പോൾ ഓർത്തെടുത്ത് പറയുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.